ഹലോ മൈ ബ്യൂട്ടിഫുൾ, വെൽക്കം ബാക്ക് ടു മൈ പബ്സ് ചാനൽ. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നു. ആൻഡ് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്? മേജർ ബ്ലെസ്സിങ്സ്, എസ്പെഷ്യലി വരുന്നൊരു വീക്ക് ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉടൻ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാം നമുക്ക് നോക്കാം. ഈ കാര്യങ്ങൾ ഉടൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു. ലെറ്റ്സ് സീ. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കുന്നത് നോക്കാം. സോ എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ച് സമയമായിട്ട് സ്റ്റക്ക് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മൂമെന്റ്സ് ഇല്ല, എക്സൈറ്റ്മെന്റ് ഇല്ല എന്നൊക്കെ തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ചില പ്ലേസിൽ ചില കാര്യങ്ങൾ കൊണ്ട് ചില സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന്ന് നിങ്ങൾക്ക് പുതിയൊരു ഇൻസൈറ്റ് ഉണ്ടാവുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ആ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യാനുള്ള ചില അവസരങ്ങൾ ലൈഫ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന മേജർ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്കൊരു ഫിസിക്കലി ഒരു പ്ലേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വലിയ മാറ്റം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫിസിക്കലി ഉള്ള ഒരു മൂവ്മെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. ആൻഡ് അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിന്റെ സ്റ്റക്ക് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഒരു അനക്കം, ഒരു ഫ്ലോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കൺഫ്യൂഷൻസ്, എന്താണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ കൺഫ്യൂഷൻസ്, ഓർ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആരൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ചില ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം, എസ്പെഷ്യലി നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രോബബ്ലി അതായിരിക്കാം ഒരു റീസൺ നിങ്ങൾ പല പ്ലേസിലും സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, അല്ലെ? നിങ്ങൾക്ക് പല കൺഫ്യൂഷൻസും പല ആളുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് ചില കൺഫ്യൂഷൻസ് കാരണമായിരിക്കാം നിങ്ങൾ സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. സോ അങ്ങനത്തെ ഒരു പ്ലേസിലൊരു മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ഹാബിറ്റ്സ് ആയിരിക്കാം. സോ പല പല കാര്യങ്ങൾ എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് ഒരു മൂവ്മെന്റ്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, അവിടുന്ന് നല്ല രീതിയിൽ ഡീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്കൊരു ഫിൽറ്റർ ചെയ്യാൻ, നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് അതിൽ നിന്നുള്ളൊരു ശരി തെറ്റുകൾ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേർതിരിച്ച് കാണാനും, ഈവൻ ലൈക്ക് ചില സിറ്റുവേഷൻ ആളുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും മേജർ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈഫിലെ ചില ലക്ഷ്യത്തിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മേജർ ബ്ലെസ്സിങ് അതാണ്. നിങ്ങൾക്ക് തോന്നുന്നു, ഓക്കെ, നിങ്ങളൊരു ട്രാക്കിലേക്ക് വന്നു, പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ജോബൊക്കെ ഒരുപാട് പെൻഡിങ് ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു ഡിലേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതിലൊരു മൂവ്മെന്റ്സ്, എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിലേക്ക് ഫോക്കസ് ചെയ്യാനും അതിലൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, എസ്പെഷ്യലി ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് പരീക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, ട്രൈ ചെയ്ത് നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ടൈം ഒരു കാര്യത്തിൽ തന്നെ പല സമയമായിട്ട് അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സഡൻ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾ ലൈഫ് എടുക്കേണ്ട ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന്, എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പാഷനോ ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ സോഴ്സ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ സോഴ്സ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഈ സമയം നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ, എസ്പെഷ്യലി നിങ്ങളൊരു ലോങ് ടേമിലേക്കുള്ള ഒരു ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കണക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ചില പ്ലാൻ ഉണ്ടായിരിക്കണം, പക്ഷെ അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റഡ് ആവുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ ഈ സമയം നിങ്ങൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് ഫൈനാൻഷ്യലി കണക്ട് ചെയ്യാൻ പോകുന്നത്, അത് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ബ്ലെസ്സിങ് ആണ്. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ്, മിറാക്കിൾ എന്ന് എടുത്തു തന്നെ പറയണം. കാരണം നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ചില സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ, ഓർ മേ ബി ലൈക്ക് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് പ്രഗ്നന്റ് ആയിട്ട് കേൾക്കുന്നത്
നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയായിരിക്കാം, നിങ്ങൾക്ക് അത് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട ആരെങ്കിലോ. ചില ആളുകൾക്ക് നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ അച്ഛനമ്മമാർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അവരുടെ ഒരു ബോണ്ടാണ്. അല്ലെങ്കിൽ അതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങൾക്കൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം, നിങ്ങൾ വളരെ ഇമ്പോസിബിൾ ആയിട്ട് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ പാരന്റ്സിലേക്ക് വരുന്ന സമയത്ത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മേ ബി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പാരന്റ്സിന് ഉണ്ടാവുന്ന ഒരു സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, പക്ഷേ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛന്റെയും അമ്മേന്റെയും റിലേഷൻഷിപ്പ് നിങ്ങളെ ഏറ്റവും ആസ്വദിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാറ്റം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഇത് നിങ്ങൾക്ക് ചില ആളുകൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്, നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, ഈവൻ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് കൺസിഡറേഷൻ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. സോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങളെ എന്തുകൊണ്ടാണോ സ്ട്രഗിൾ ചെയ്യുന്നത്, ചില കാര്യങ്ങൾ വന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കാം പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യം കൂടെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ചില കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചില കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, ചില കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അങ്ങനത്തെ അവസ്ഥയിൽ കൂടെ പോയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഫോക്കസ് ചെയ്യേണ്ടത്, എന്തിലേക്കാണോ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ അറ്റൻഷൻ പോകേണ്ടത്, അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിനുവേണ്ടി വർക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഒരു 2 കാര്യം നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾ ആയിട്ട് പോയിട്ടുള്ളത്, അത് നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ അച്ഛനമ്മമാരായിരിക്കാം, ഓർ നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരെങ്കിലും. ചില ആളുകൾക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു ബാലൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കത് ഹെൽത്തി ആയിട്ട് മനസ്സിലാക്കാനും മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ആളുകൾക്ക് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നത്, നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചില പ്ലേസിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നത്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെ, ഒരുപാട് കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് നിങ്ങൾ പല 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 കാര്യത്തിലായിരിക്കാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ടായിരിക്കാം. സോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു ബ്ലെസ്സിങ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സേഫ് ബൗണ്ടറി വെക്കുന്നുണ്ട്, വേണ്ട കാര്യത്തിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾ അധികം ഒരു കാര്യത്തിലേക്കും എന്റർടൈൻ ചെയ്യുന്നില്ല, നിങ്ങളെടുത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ എയിം, നിങ്ങളുടെ ചില ലക്ഷ്യത്തിൽ മാത്രമാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഈ ഒരു സമയം വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. കാലമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലെ, നിങ്ങൾക്ക് എവിടെ എന്ത് നിർത്തണം എന്നുള്ളത് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. സോ കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അനക്കം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരിക്കാം. സോ അതിനൊക്കെ ഒരു റൈറ്റ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വേണ്ട കാര്യത്തിലേക്ക് മാത്രം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു മാറ്റമാണ് അത്. ഓക്കെ, സോ നിങ്ങൾ ഫിസിക്കലി എവിടെയെങ്കിലൊക്കെ സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളുടെ കുട്ടികളെ കൊണ്ടോ, നിങ്ങളുടെ പോകുന്ന ഒരു ഹെൽത്ത് സിറ്റുവേഷൻ കൊണ്ടോ, നിങ്ങളുടെ പ്രഗ്നൻസി കൊണ്ടോ, ഒരു പ്രത്യേകിച്ച് ഒരു പ്ലേസിലേക്ക് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കാര്യത്തിലേക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ കിട്ടുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കുറെ കാലത്തിന് ശേഷമായിരിക്കും നിങ്ങൾ പല കാര്യത്തിലേക്കും ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കുക.
അത് നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളൊരു പാരന്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണോ ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്, എസ്പെഷ്യലി ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, അത് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഒരുപാട് പ്രൗഡ് മൊമെന്റ് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നിങ്ങൾ ഒരുപാട് പ്രൗഡ് മൊമെന്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എൻഗേജ്ഡ് ആവുക. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.